ഓണം അടുത്തെത്തിയതോടെ കേരളത്തിലെ സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 19-ാം തീയതി ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം സപ്ലൈകോയുടെ ഓണക്കാല വിറ്റുവരവ് 207 കോടി രൂപ പിന്നിട്ടു. വെറും 19 ദിവസത്തിനിടെ സംസ്ഥാനത്തെ സപ്ലൈകോ വിൽപ്പനശാലകളും വിവിധ ഓണച്ചന്തകളും സന്ദർശിച്ചത് ഏകദേശം 26 ലക്ഷം ഉപഭോക്താക്കൾ. ഓണാഘോഷത്തിന് മുന്നോടിയായി അവശ്യ സാധനങ്ങൾ താരതമ്യേന കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ സർക്കാർ നടത്തിയ വിപണി ഇടപെടലിന് ലഭിച്ച വലിയ സ്വീകാര്യതയാണ് ഈ കണക്കുകളിൽ വ്യക്തമാകുന്നത്. മൊത്തം 207 കോടി രൂപയുടെ വിറ്റുവരവിൽ 72 കോടി രൂപ സബ്സിഡി ഇനങ്ങളിലൂടെയും 135 കോടി രൂപ നോൺ സബ്സിഡി ഇനങ്ങളുടെയും വിൽപ്പനയിലൂടെയാണ് സപ്ലൈകോ സ്വന്തമാക്കിയത്. സബ്സിഡി സാധനങ്ങൾക്കൊപ്പം മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനും ഉപഭോക്താക്കൾ സപ്ലൈകോയെ വലിയ തോതിൽ ആശ്രയിച്ചുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഓണം പോലെയുള്ള പ്രധാന ആഘോഷകാലത്ത് കുടുംബങ്ങളുടെ ഭക്ഷ്യച്ചെലവ് സാധാരണയേക്കാൾ ഉയരുന്ന സാഹചര്യത്തിൽ വിലക്കുറവുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ജനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. വിവിധ ജില്ലകളിലായി ഒരുങ്ങിയ പ്രത്യേക ഓണച്ചന്തകളിൽ നിന്നു മാത്രം ഏകദേശം 2 കോടി രൂപയുടെ വിറ്റുവരവാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ നടക്കുന്ന മെഗാ ട്രേഡ് ഫെയറുകളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഈ 3 മെഗാ ഫെയറുകളിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മേളയിലാണ്. 32 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് ഇവിടെ മാത്രം രേഖപ്പെടുത്തിയത്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുന്നതിനും ഉപഭോക്താക്കൾക്ക് ഒരിടത്തു നിന്ന് തന്നെ കൂടുതൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് സപ്ലൈകോ വിപണി ഇടപെടൽ ശക്തമാക്കിയത്. ഓണസദ്യയ്ക്ക് ആവശ്യമായ പ്രധാന ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി 1000, 1500, 2000 രൂപയുടെ പ്രത്യേക ഗിഫ്റ്റ് കിറ്റുകളും സപ്ലൈകോ പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ 500, 1000 രൂപ മൂല്യമുള്ള ഓണം ഗിഫ്റ്റ് കാർഡുകളും അവതരിപ്പിച്ചു. 1500 രൂപയുടെ സബ്സിഡി തര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 100 രൂപയുടെ കൂപ്പൺ സമ്മാനമായി നൽകുന്നുമുണ്ട്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്കായി സപ്ലൈകോയും KSRTCയും ചേർന്ന് സൗജന്യ ബസ് സർവീസും ഏർപ്പെടുത്തി. വൈറ്റില ഹബിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് 2 AC ലോ ഫ്ലോർ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആഗസ്റ്റ് 25 വരെ പൊതുജനങ്ങൾക്ക് ഈ സൗജന്യം യാത്രാ സൗകര്യം പ്രയോജനപ്പെടുത്താം. സൗജന്യ ബസ് സർവീസ് രാവിലെ 10 മണി മുതൽ വൈറ്റിലയിൽ നിന്നും തുടങ്ങി പാലാരിവട്ടം സപ്ലൈകോ മെഗാ ഫെയർ വേദി കലൂർ കടവന്ത്ര വഴി വീണ്ടും വൈറ്റിലയിൽ എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കലൂർ ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ 4000 സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ച ജർമ്മൻ ഹാങ്കർ എയർ കണ്ടീഷൻഡ് സപ്ലൈകോ മാളിന് പുറമെ മിൽമ, പച്ചക്കറി, തുണിത്തരങ്ങൾ, ഫുഡ്വെയറുകൾ എന്നിവയുടെയും VKC, ക്രേസ് ബിസ്ക്കറ്റ്, സാന്റാമോണിക്ക, മാതൃഭൂമി ബുക്സ്, ഹിമാലയ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെയും സ്റ്റാളുകളുമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത പൂർണ്ണമായി ഉറപ്പുവരുത്തുന്നതിനും സപ്ലൈകോ എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി മന്ത്രി അനൂപ് ജേക്കബും അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ അലോട്ട്മെന്റ് ഓഗസ്റ്റിൽ തന്നെ ലഭ്യമാക്കി 1,65,000 മെട്രിക് ടൺ അരി പൊതുവിപണിയിൽ എത്തിക്കാൻ സാധിച്ച ജനങ്ങൾക്ക് വലിയ ആശ്വാസവുമാകും.